ഈ ആളെ തൊടിയിലെങ്ങാനും കണ്ടാൽ മൂടോടെ പിഴുതു കളയാറുണ്ട് നമ്മൾ. ഇൻവേസീവ് നേച്ചറുള്ള, അതായത് വല്ലാതെ പടർന്നു കയറി ആ പ്രദേശം മുഴുവനും വ്യാപിക്കുന്ന ഒരു അധിനിവേശ കളയായ ഈ പ്ലാന്റ് കൃഷിയിടങ്ങൾക്കൊട്ടും അനുയോജ്യമല്ല. സ്നേഹപ്പുല്ല്, കണ്ടോരെ കുത്തി, കൊന്തൻ കാട്, ബൈഡൻസ് പിലോസ, സ്പാനിഷ് നീഡിൽ എന്നൊക്കെ ഓരോ നാട്ടിലും ഓരോ പേരുകളുണ്ട്. ഈ ചെടിയുടെ വിത്തുകൾ സൂചി പോലെ നീണ്ട കറുത്ത നിറമുള്ളവയാണ്. ബ്ലാക്ക് ജാക്ക് എന്ന് പറയും. ഈ വിത്തുകൾ 100 എണ്ണത്തിന് നിലവിൽ മാർക്കറ്റിലുള്ള വില എത്രയാണെന്നറിയാമോ? 200 രൂപ മുതൽ 800 രൂപ വരെയാണ്. ആമസോണിൽ കറന്റ്ലി അൺഅവൈലബിളും. ഇതറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. എത്ര രൂപയുടെ മുതലാണ് പറിച്ചു നശിപ്പിച്ചത് എന്നോർത്തുപോയി. ഡെയ്സി ഫാമിലിയിൽ വരുന്നൊരു പ്ലാന്റാണിത്. വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന വെറൈറ്റീസ് ഉണ്ട്. ഈ ചെടിയുടെ വിത്തുകൾ ശരീരത്തിലും വസ്ത്രങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. ഈ വിത്തുകൾ തനിയെ അടർന്നു വീണ് അതിവേഗം വിത്ത് വിതരണം നടത്താറാണ് പതിവ്. ലോകത്തിന്റെ പല ഭാഗത്തും ഒരു പരമ്പരാഗത ഭക്ഷണമായി ഈ ചെടിയുടെ ഇലകൾ ഉപയോഗിക്കാറുണ്ടത്രേ. ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഈ പ്ലാന്റ് 40-ലധികം രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. പനിക്ക്, ഇൻഫ്ലമേഷൻസിന്, മുറിവുണക്കാൻ, ദഹനത്തിന്, ഇൻഫെക്ഷന്, ഡയബറ്റീസിന്, രക്തസമ്മർദ്ദത്തിന്, ലിവർ ഹെൽത്തിന്, രോഗപ്രതിരോധ ശക്തിക്ക് ഒക്കെ ഉത്തമമാണ്. ഈ ചെടിയുടെ വിത്തുകൾക്കും ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്നു. ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാടുള്ള ഈ പ്ലാന്റ് നല്ലൊരു നാച്ചുറൽ സ്കിൻ കെയറായും ഉപയോഗിക്കാറുണ്ട്. പൂക്കളുടെ ഭംഗി കൊണ്ട് ഗാർഡനിൽ അലങ്കാര ചെടിയായും ബൈഡൻസ് പിലോസ വളർത്താറുണ്ട്. ചുറ്റുമുള്ളവയിൽ നമ്മൾ അവഗണിക്കുന്ന പലതും ഒരുപാട് ഗുണങ്ങളും വിലയുമുള്ളവയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കൃഷിയിടങ്ങളിൽ ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്ത ഈ പ്ലാന്റ് തൽക്കാലം അവഗണിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ.